നമ്മുടെ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ശീലങ്ങൾ ദിനചര്യകളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൽ നല്ല ശീലങ്ങളും മോശം ശീലങ്ങളും ഉണ്ട്. ചില ശീലങ്ങൾ നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, നമ്മളെ എഫിഷ്യൻ്റ് ആക്കാൻ, നമ്മളുടെ സമയം ലാഭിക്കാൻ, നമ്മളെ റിലാക്സ് ആക്കാനൊക്കെ സഹായിക്കുമ്പോൾ മറ്റ് ചില ശീലങ്ങൾ നമ്മളെ അലസരാക്കി മാറ്റുന്നു, നമ്മളുടെ സമയം നഷ്ടപ്പെടുത്തുന്നു, നമുക്ക് സ്ട്രെസ്സ് നൽകുന്നു, നമ്മളെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് കാരണമാകുന്നു, നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരുപാട് ശീലങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മോശം ശീലങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, ഇതൊരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതല്ല. അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം ഈ ശീലം ഉപേക്ഷിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സിമ്പിളാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ ഈ മോശം ശീലങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മാറി ചിന്തിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും ഒരു ടെമ്പററി റിലീഫിന് വേണ്ടി കൂട്ടുപിടിക്കുകയും പിന്നീട് ഒരു അഡിക്ഷനായി മാറി ആ ദുശീലത്തിൽ നിന്നും പിന്തിരിയാൻ സാധിക്കാതെയും വരാറുണ്ട്, അല്ലേ? ചിലത് ഈ ഇത്തിൽക്കണ്ണി പോലെ പതുക്കെ നമ്മളിൽ വേരൂന്നി പിന്നെ നമ്മളിൽ സ്ഥാനം ഉറപ്പിക്കുന്നു. ചിലത് നല്ലതിന് വേണ്ടിയാവും നമ്മൾ ശീലമാക്കി മാറ്റുന്നത്, പക്ഷേ അത് മറ്റു രീതിയിൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. ഉദാഹരണത്തിന്, ബ്രേക്ക് എടുക്കാതെ ജോലി ചെയ്യുക, ലഞ്ച് സ്കിപ്പ് ചെയ്യുക, ഉറക്കം നിൽക്കുക, ഒരു ജോലി ചെയ്യുമ്പോൾ മറ്റു ജോലിയിലേക്ക് തിരിയുക. ഇതൊക്കെ ബാഡ് ഹാബിറ്റ്സ് തന്നെയാണ്. ഇതൊന്നും തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതും അല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കി, മെസ്സേജ് ഉണ്ടോ, ഇമെയിൽ നോക്കി, പെട്ടെന്ന് ഫോൺ മാറ്റിയും വെച്ചു. അടുത്ത ദിവസം വീണ്ടും അത് ചെയ്യാനായിട്ട് തോന്നും. 1-2 മിനിറ്റത്തെ കാര്യമല്ലേ വേണ്ടൂ. പക്ഷെ അല്പം സമയം നമ്മൾ കൂടുതലെടുക്കും. ഇത് ഒരു ശീലമായിട്ട് മാറി ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പോലും ഫോൺ ചെക്ക് ചെയ്യുന്ന അവസ്ഥയിലെത്തും. ഇത് ഒരു ദിവസം കൊണ്ട് നിർത്താൻ സാധിക്കുമോ? അങ്ങനെ വേണ്ട എന്ന് വെച്ചാലും നമ്മുടെ മനസ്സ് ഫോൺ നോക്കാനായിട്ട് ആഗ്രഹിക്കും. നമുക്ക് ഏകാഗ്രതയോടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. സൈക്കോളജി പറയുന്നത് 18 മുതൽ 254 ദിവസം തുടർന്നു പോന്നാൽ മാത്രമേ ഒരു കാര്യം നമുക്ക് ശീലമായിട്ട് മാറുകയുള്ളൂ എന്നാണ്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശീലം ഉപേക്ഷിക്കാൻ എത്ര സമയം എന്നതിനെക്കുറിച്ചുള്ള സമയപരിധിയൊന്നും പറയുന്നുമില്ല. എന്നാൽ ഈ മോശം ശീലത്തെ മറ്റൊരു നല്ല ശീലം കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഈ ഒരു സമയപരിധിയിൽ തന്നെ നമുക്ക് ആ മോശം ശീലത്തെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും മോശം ശീലം ഉപേക്ഷിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ്. അതായത് ഒന്ന് ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുന്നതിന് പകരം പുതിയ ഒരു ശീലം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. രാത്രി കിടക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സമയത്ത് പുസ്തകം വായിക്കുകയോ മെഡിറ്റേറ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുക. ശരിക്കും ഒരു ദുശീലം എങ്ങനെ ഉപേക്ഷിക്കുമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് എന്തിന് ആ ശീലം നമ്മൾ ഉപേക്ഷിക്കണം എന്നതിനെക്കുറിച്ചൊരു ആത്മപരിശോധന നടത്തി സ്വയം ബോധ്യപ്പെട്ടാൽ തന്നെ അത് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഒരു ശീലം നിങ്ങൾ ഉപേക്ഷിച്ചാൽ അത് നിങ്ങളുടെ പ്രൊഫഷണലി ഉള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്തുമെങ്കിൽ, നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തെയോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളെയോ ഒക്കെ ദൃഢമാക്കുമെങ്കിൽ, നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുമെങ്കിൽ അത് ആദ്യം സ്വയം ഉൾക്കൊള്ളുക. ഇനി ഇടയ്ക്ക് പിന്തിരിയാനുള്ള പ്രവണതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒട്ടുമിക്കവർക്കും ഉണ്ടാകും. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്ന ഒരു പേഴ്സണൽ സ്പേസിലോ എവിടെയെങ്കിലും ഈ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക. പിന്നെ ഒരു ദിവസം കൊണ്ടല്ല, ക്രമേണയാണ് മാറ്റം എന്ന് ഉൾക്കൊള്ളുക. അതിലേക്കായി നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളിൽ പോലും സന്തോഷിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇത് പോരാ, ഇതല്ല വേണ്ടത്, ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്, എനിക്ക് പറ്റത്തില്ലായിരിക്കും, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ, സെൽഫ് ടോക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് സൈഡിലേക്കുള്ള ചെറിയ കാൽവെപ്പുകൾ പോലും നേട്ടമായിട്ട് കാണുക. നിങ്ങളെ തടസ്സപ്പെടുത്താനായിട്ട് ചുറ്റും വ്യക്തികളോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ ഒക്കെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക. മോശം ശീലങ്ങളിൽ നിന്നും മാറുവാനുള്ള മറ്റൊരു വഴിയാണ് അതിന് കാരണമാകുന്നവയിൽ നിന്നും അകലം പാലിക്കുക. കാഴ്ചയിൽ നിന്ന് പോയാൽ പതുക്കെ മനസ്സിൽ നിന്നും പോയിക്കോളും. ജങ്ക് ഫുഡ് ഒഴിവാക്കാനായിട്ട് അത് വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്നത് ഒഴിവാക്കാം. അതുപോലെ ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കുന്ന ശീലം ഉപേക്ഷിക്കാനായിട്ട് വീട്ടിൽ മധുരം വാങ്ങുന്നത് വേണ്ട എന്ന് വെക്കുക. ഇനി വേണ്ട എന്ന് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ വെക്കുക. ഫോണിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുറയ്ക്കാനായിട്ട് ഫോൺ വേറെ മുറിയിൽ വെക്കാം. ഉപയോഗം കുറയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഹോം സ്ക്രീനിൽ നിന്നും റിമൂവ് ചെയ്യുകയുമാകാം. മോശം ശീലങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴിയാണ് അത് തുടർന്നാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കുക. ചില ശീലങ്ങൾ തുടർന്നാൽ അത് ആരോഗ്യത്തെ ബാധിക്കും. ചിലത് തുടർന്നാൽ നിങ്ങളുടെ ഓഫീസിലെ പെർഫോമൻസിനെ ബാധിക്കും.
നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കിയേക്കാം. ചിലത് അനാവശ്യമായ ടെൻഷൻ തരും, മറ്റു ചിലത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സമയം നഷ്ടപ്പെടുത്തിയേക്കാം. ഇങ്ങനെയുള്ള കോൺസിക്വൻസുകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാത്രി കൊണ്ട് ശീലങ്ങൾ മാറ്റാനാവില്ല എന്ന് മനസ്സിലാക്കുക. ക്ഷമയോടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.